പിന്നെ ഇതിനകത്ത് കുറേ ഡാൻസ്, അത് ഈ ജിഗർതണ്ട സിനിമയിൽ കണ്ട മാതിരിയുള്ള കുറേ ഡാൻസ് കോറിയോഗ്രാഫി ഉണ്ട്. അത് ചെയ്തിരിക്കുന്ന പയ്യൻ, ആ ഡാൻസ് ചെയ്തിരിക്കുന്ന പയ്യനായിരുന്നാലും അവന്മാരാണ് ഇതിനകത്ത് വില്ലന്മാർ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പോയിലറായി പോകുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. പക്ഷെ ആ വില്ലന്മാർ തകർത്തടിക്കണം. അവന്മാരുടെ പെർഫോമൻസും ആ ഒരു വില്ലനിസും ഒക്കെ അതിനകത്തൊരു ഡാൻസും എല്ലാം കൂടെ അങ്ങനെ ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വില്ലനിസം. അത് നമ്മൾ മലയാള സിനിമയിലൊന്നും കണ്ടിട്ടില്ല. പൊതുവെ തമിഴിലാണ് അത്തരത്തിലുള്ളൊരു സൈക്കിക് ബിഹേവിയർ ഒക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ല ഹെവി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഞാൻ കണ്ടിങ്ങനെ കിളി പോയിരിക്കുമായിരുന്നു. കാരണം ഇത്രയും പവർഫുള്ളായിട്ടൊരു സിനിമ എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മലയാളത്തിൽ ചെറിയ ബഡ്ജറ്റിൽ. അപ്പം മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രമുഖ നടന്മാരും ഇതൊന്നും ആവശ്യമില്ല. ശരിക്കും നല്ല കോണ്ടന്റും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന നടന്മാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മലയാള സിനിമ പൂ പോലെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇങ്ങനെയുള്ള സിനിമ.